നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്നലെ ലോകം മുഴുവൻ ഏറെ ആശങ്കയോടെയായിരുന്നു അമേരിക്കയുടെ നീക്കത്തെ കണ്ടിരുന്നത്. ഇന്നലെ രാത്രി 8 മണി എന്ന് പറഞ്ഞ സമയമുണ്ടെങ്കിൽ ഇറാനെ പൂർണ്ണമായും നശിപ്പിക്കുമെന്നായിരുന്നു ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നത്. ഈ ഒരു ഭീഷണി മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് രാജ്യങ്ങളെ കൊണ്ട് എത്തിക്കുമോ എന്നുള്ളൊരു ഭയം ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ ഉണ്ടായിരുന്നു. ഏതായാലും ലോകത്തെ വിറപ്പിച്ച മഹാദുരന്തം ഒഴിവായത് വെറും 90 മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ. ഏതായാലും യുദ്ധം ഇപ്പോൾ താൽക്കാലികമായിട്ടാണെങ്കിലും അവസാനിച്ചിരിക്കുകയാണ്. ഒരു സമാധാനത്തിൻ്റെ ചെറിയൊരു നീക്കം ആ മേഖലകളിൽ കാണാനായിട്ട് സാധിക്കും. ഇറാന്റെ നാഗരികതയെ തന്നെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം അവസാനിക്കാൻ 1.5 മണിക്കൂർ മാത്രം ശേഷിക്കവെയാണ് നാടകീയമായിട്ടുള്ള വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. പലപ്പോഴും ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകുകയും പിന്നീട് അതൊക്കെ തന്നെ അവസാന നിമിഷം പിൻവലിക്കുകയും ചെയ്യുന്നത് ട്രംപിന്റെ ഒരു രീതിയാണ്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. ഏതായാലും താൽക്കാലികത്തേക്കാണെങ്കിലും ഒരു ആശ്വാസമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് മുമ്പ് ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുത്തില്ലെങ്കിൽ ഇറാന്റെ ഊർജ നിലയങ്ങളും പാലങ്ങളും തകർക്കുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. ചൈനയുടെയും മറ്റും ശക്തമായ ഇടപെടലുകൾക്കൊടുവിൽ ഇറാൻ 10 സമാധാന പദ്ധതി സമർപ്പിച്ചതോടെ ട്രംപ് സൈനിക നീക്കം 2 ആഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ ഉത്തരവിടുകയായിരുന്നു. തിങ്കളാഴ്ച രാത്രിയും ചൊവ്വാഴ്ച പകലുമായി ഇറാന്റെ സാമ്പത്തിക നട്ടെല്ലായ ഗാർഗ് ദ്വീപിന് നേരെ അമേരിക്കയും ഇസ്രായേലും ശക്തമായ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒരു നാഗരികത മുഴുവൻ ഇന്ന് രാത്രി മരിക്കുമെന്ന പ്രകോപനപരമായ സന്ദേശം ട്രംപ് പങ്കുവച്ചത്. US ബോംബർ വിമാനങ്ങൾ ഇറാനെ ലക്ഷ്യമാക്കി നീങ്ങുകയും ഇസ്രായേൽ വ്യോമാക്രമണം കടുപ്പിക്കുകയും ചെയ്തതോടെ ലോകം മറ്റൊരു ആണവ യുദ്ധത്തിന്റെ മുനയിലാണെന്ന് പലരും ഭയപ്പെട്ടു. ട്രംപിന്റെ ഈ ഭീഷണി ക്രൂരമാണെന്ന് പോപ്പ് ലിയോ 14 ഉൾപ്പെടെയുള്ളവരും വിമർശിച്ചിരുന്നു. ഒടുവിൽ രാത്രി 11:32 ട്രംപ് തന്റെ തീരുമാനം മാറ്റിയത്. ഇറാൻ മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ ചർച്ചകൾക്ക് അനുയോജ്യമാണെന്നും അതിനാൽ 2 ആഴ്ചത്തേക്ക് ആക്രമണം ഒഴിവാക്കാമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. ഇറാൻ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട 10 നിർദ്ദേശങ്ങൾ, അതായത് താൽക്കാലികമായിട്ടാണെങ്കിലും വെടിനിർത്തൽ നിലവിൽ വരാനുള്ള 10 നിർദ്ദേശങ്ങൾ ഇവയൊക്കെയാണ്. യുറേനിയം സമ്പുഷ്ടീകരണം. ഇറാന്റെ ആണവ പദ്ധതിയുടെ ഭാഗമായുള്ള യുറേനിയം സമ്പുഷ്ടീകരണം തുടരാൻ അമേരിക്ക സമ്മതിക്കണം. 1. ഉപരോധങ്ങൾ പിൻവലിക്കണം. ഇറാന്റെ മേലുള്ള പ്രാഥമികവും ദ്വിതീയവുമായ എല്ലാ സാമ്പത്തിക ഉപരോധങ്ങളും പൂർണ്ണമായും നീക്കം ചെയ്യണം. അമേരിക്കൻ സേനയുടെ പിന്മാറ്റം. ഗൾഫ് മേഖലയിലെ സൈനിക താവളങ്ങളിൽ നിന്ന് അമേരിക്കൻ സൈന്യം പൂർണ്ണമായും പിന്മാറണം. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം. ലോകത്തെ പ്രധാന എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്കിന്മേൽ ഇറാന്റെ സൈനിക നിയന്ത്രണവും മേൽനോട്ടവും അംഗീകരിക്കണം. ഹിസ്ബുള്ളയെ സംരക്ഷിക്കണം. ലെബനനിലെ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഇറാന്റെ സഖ്യകക്ഷികൾക്കെതിരായ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം. നഷ്ടപരിഹാരം. ഉപരോധങ്ങൾ മൂലമുണ്ടായ സാമ്പത്തിക തകർച്ചയ്ക്കും യുദ്ധക്കെടുതികൾക്കും അമേരിക്ക നഷ്ടപരിഹാരം നൽകണം. ഇത് നേരിട്ടുള്ള പണമായോ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള സഹായമായോ വേണം. മരവിപ്പിച്ച ആസ്തികൾ. വിദേശ ബാങ്കുകളിൽ മരവിപ്പിക്കപ്പെട്ട ഇറാന്റെ എല്ലാ സാമ്പത്തിക ആസ്തികളും ഉടൻ വിട്ടു നൽകണം. സുരക്ഷാ ഗ്യാരണ്ടി. ഭാവിയിൽ ഇറാന്റെ ഭൂപ്രദേശത്തിന് നേരെ യാതൊരുവിധ സൈനിക ആക്രമണങ്ങളും ഉണ്ടാവില്ലെന്ന് അമേരിക്ക ഉറപ്പു നൽകണം. കടത്ത് ഫീസ്. ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകളിൽ നിന്ന് ഓരോന്നിനും ഏകദേശം 2 മില്യൺ ട്രാൻസിറ്റ് ഫീ ഈടാക്കാനുള്ള അവകാശം ഇത് ഒമാനുമായി പങ്കിടും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. UN സുരക്ഷാ കൗൺസിൽ പ്രമേയം. ഈ കരാറിലെ വ്യവസ്ഥകൾ ലംഘിക്കപ്പെടാതിരിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ മുഖേന ഇതിന് അന്താരാഷ്ട്ര നിയമസാധുത നൽകണം. ഈ നിർദ്ദേശങ്ങളിൽ ഭൂരിഭാഗവും, പ്രത്യേകിച്ച് 9 അമേരിക്കയ്ക്കും ഇസ്രായേലും നിലവിൽ അംഗീകരിക്കാൻ കഴിയാത്തവയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത്. ഗൾഫിൽ നിന്നുള്ള അമേരിക്കൻ പിന്മാറ്റവും ഹിസ്ബുള്ളയെ സംരക്ഷിക്കണമെന്ന ആവശ്യവും മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയെ തകർക്കുമെന്നാണ് ടോബിയാസ് എൽവുഡ് പോലുള്ള പ്രമുഖർ വിമർശിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളുടെ നിലനിൽപ്പും പറയുന്നുണ്ട്. കാരണം ഇറാന്റെ സൈനിക മേധാവിത്വം അംഗീകരിക്കുന്നത് സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളുടെ സുരക്ഷയെ അപകടത്തിലാക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു.
ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം അമേരിക്കയുടെ നാണം കെട്ട പിന്മാറ്റമാണെന്നും ഇറാന്റെ കടുത്ത ഉപാധികൾക്ക് മുന്നിൽ കീഴടങ്ങലാണെന്നും വിമർശനമുണ്ട്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് അയത്തുള്ള മുജ്തബ ഖമേനി ഈ കരാറിനെ പച്ചക്കൊടി കാട്ടിയതോടെ സംഘർഷത്തിന് താൽക്കാലിക ശമനമായി. വെള്ളിയാഴ്ച ഇസ്ലാമാബാദിൽ വെച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഔദ്യോഗിക ചർച്ചകൾ ആരംഭിക്കും. എങ്കിലും തങ്ങളുടെ കൈകൾ ഇപ്പോഴും തോക്കിൻ കുഴലിലാണെന്നും നേരിയ പിഴവുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പശ്ചിമേഷ്യയിൽ രക്തച്ചൊരിച്ചിലിന് തൊട്ടടുത്തെത്തിയ ഒരു രാത്രി ഒടുവിൽ നയതന്ത്ര വിജയത്തിൽ അവസാനിച്ച ആശ്വാസത്തിലാണ് ആഗോള സമൂഹം. ചർച്ചകൾക്കൊടുവിൽ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് തുറക്കാമെന്ന് ഇറാൻ സമ്മതിച്ചതോടെ 2 ആഴ്ചത്തേക്ക് ബോംബാക്രമണങ്ങൾ നിർത്തിവെക്കാൻ ട്രംപ് ഉത്തരവിടുകയായിരുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി 10 സമാധാന പദ്ധതിയും ഇറാൻ US മുൻപിൽ സമർപ്പിച്ചിട്ടുണ്ട്. ചൈനയുടെ ഇടപെടലാണ് അമേരിക്കയും ഇറാനെയും ചർച്ച മേശയിൽ എത്തിച്ചത്. പശ്ചിമേഷ്യയിലെ യുദ്ധ കാർമേഘങ്ങൾക്കിടയിൽ ഇറാൻ മുന്നോട്ട് വെച്ച 10 സമാധാന കരാർ അമേരിക്കയും ട്രംപ് ഭരണകൂടത്തെയും വിയർപ്പിക്കുന്നുണ്ട്. കരാറിലെ 10ൽ 9 നിർദ്ദേശങ്ങളും അമേരിക്കയ്ക്കും അപ്രായോഗികവും അംഗീകരിക്കാൻ കഴിയാത്തതുമാണെന്ന് വിലയിരുത്തലുകൾക്കിടയിലും തൽക്കാലം നാണക്കേട് ഒഴിവാക്കാൻ 2 ആഴ്ചത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് തടിയൂരിയിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ഇറാന്റെ കടുത്തുപാധികൾ പൂർണ്ണമായും തള്ളിക്കളയാൻ അമേരിക്ക തയ്യാറാവാത്തതും ഗൾഫ് രാജ്യങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന ഭീതി പരത്തുന്നുണ്ട്. ഇറാൻ മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ നയതന്ത്രപരമായി അമേരിക്കയെ പ്രതിരോധത്തിലാക്കുന്നതാണ്. പ്രായോഗികമായി അത് നടപ്പിലാക്കാൻ അസാധ്യമായവയാണ്. ഇതിൽ ഭൂരിഭാഗവും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ അവഗണിച്ച് യുറേനിയൻ സമ്പുഷ്ടീകരണം തുടരുമെന്ന ശാഠ്യം. പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യയിൽ അമേരിക്ക പുലർത്തുന്ന സൈനിക മേധാവിത്വം അവസാനിപ്പിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് സേനയെ പിൻവലിക്കണമെന്ന ആവശ്യം. ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകൾക്കെതിരായിട്ടുള്ള അവരെ നീക്കങ്ങളിൽ നിന്ന് അമേരിക്ക പിന്മാറണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തതാണെന്ന് ഏത് കൊച്ചുകുട്ടിക്ക് പോലും അറിയാവുന്നതാണ്. ഏതായാലും ഇറാന്റെ കടുത്ത ഉപാധികൾക്ക് മുന്നിൽ അമേരിക്ക ഇത്രയെങ്കിലും അയഞ്ഞതാണ് ആഗോളതലത്തിൽ രാജ്യത്തിന്റെ സ്വാധീനത്തിന് ഇപ്പോൾ മങ്ങലേൽപ്പിച്ചിരിക്കുന്നത്. അമേരിക്ക ഇറാന്റെ വ്യവസ്ഥകൾക്ക് ഭാഗികമായെങ്കിലും വഴങ്ങിയാൽ അത് ഗൾഫ് മേഖലയിലെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുമെന്ന ഒരു ഭയം നിലനിൽക്കുന്നുണ്ട്. അമേരിക്കയുടെ ഈ ഒരു ചുവടുമാറ്റം തങ്ങളെ ഒറ്റപ്പെടുത്തുമോ എന്ന ആശങ്കയിലാണ് ഗൾഫ് രാജ്യങ്ങൾ. പുതിയ പ്രതിരോധ സഖ്യങ്ങളെ കുറിച്ച് ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇറാന്റെ നിബന്ധനകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറയുന്നതിനൊപ്പം തന്നെ വെടിനിർത്തലിലൂടെ ഒരു കരാറിലേക്ക് വാതിൽ തുറന്നിടുന്നത് ട്രംപിനെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയുള്ള നാണം കെട്ട കളിയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും ഇപ്പോൾ താൽക്കാലികമായിട്ടാണെങ്കിലും ഒരു സമാധാനം പശ്ചിമേഷ്യയിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ 2 ആഴ്ചത്തെ വെടിനിർത്തലാണ് ഇപ്പോൾ ഇറാനും അമേരിക്കയും സമ്മതിച്ചിരിക്കുന്നത്. അതിനിടയിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നുകൂടി പല യുദ്ധ വിദഗ്ധരും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്.